നമസ്കാരം. ഒരു വനിതയുണ്ട് ചൂരൽമലയിൽ. തൃശൂർ ജില്ലക്കാരി ജോസഫെ. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ദുരന്തം നടന്ന അന്നു മുതൽ ഇവർ വയനാട്ടുകാരിയാണ്. ദുരന്തമുഖത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ട് സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള ആളുകൾ ചൂരൽമലയിൽ എത്തിയപ്പോൾ തൃശൂരിൽ നിന്നും വണ്ടി കയറിയതാണ് പ്രിയപ്പെട്ട സഹോദരി ജോസഫെ. ഉരുൾപൊട്ടലിന്റെ ഭീകരത താണ്ഡവമാടിയ ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും തന്നാലാവുന്നത് ചെയ്യാനെത്തിയ ജോസഫെ ഇന്നും ചൂരൽമലയിലുണ്ട്. സന്നദ്ധ പ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും കാഴ്ചക്കാരുമെല്ലാം ഇന്ന് ചൂരൽമല ഇന്ന് വിജനമാണ്. ദുരന്തത്തിന്റെ ബാക്കി ശേഷിപ്പുകൾ കാണാനെത്തുന്ന വളരെ ചുരുക്കം പേർ. വേലിപ്പാലത്തിനപ്പുറത്തേക്ക് കടക്കുന്ന സന്ദർശകരെ നിയന്ത്രിക്കാനുള്ള നിയമപാലകരുമല്ലാതെ അധികമാരും ചൂരൽമലയിൽ ഇന്നില്ല. എന്നാൽ ജോസഫൈൻ എന്ന തൃശൂർക്കാരി ഇന്നും വയനാട്ടുകാരിയായി ചൂരൽമലയിൽ തന്നെ നിൽക്കുകയാണ്. തിരുവോണ ദിനത്തിൽ 1500 പേർക്ക് ഓണസദ്യ ഒരുക്കി. ഇപ്പോൾ ഈ ക്രിസ്തുമസ് ദിനത്തിൽ ദുരന്തബാധിതരെ നേരിട്ട് പോയി കണ്ടും ഫോണിൽ വിളിച്ചും ചൂരൽമലയുടെ പരിസര ഭാഗത്ത് താമസിക്കുന്ന നാട്ടുകാരെ നേരിൽ പോയി ക്ഷണിച്ചും ഒരു ക്രിസ്തുമസ് കൂട്ടായ്മ ഒരുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി. 40 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1985 ജനുവരി 8-ന് ബ്ലഡ് ക്യാൻസർ മൂലം ഭർത്താവ് മരണപ്പെടുന്നു. 6ഉം 9ഉം വയസ്സുള്ള 2 മക്കളുടെ അമ്മയായ ജോസഫൈൻ ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ലഭിച്ച ജോലിയെടുത്ത് അവരെ വളർത്തി വലുതാക്കി ഉദ്യോഗാർത്ഥികളാക്കി. ഭർത്താവ് ചികിത്സയിലിരിക്കെ പലരും രക്തം നൽകിയും മറ്റും സഹായിച്ചു. ഭർത്താവിന്റെ മരണശേഷം താൻ മരിക്കും മുമ്പ് മറ്റുള്ളവർക്കായി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ചിന്തയിൽ 9 വർഷം മുമ്പ് ജോസഫൈൻ തന്റെ ഒരു കിഡ്നി ദാനം ചെയ്യാൻ തീരുമാനിക്കുകയും കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു 35-കാരനായ യുവാവിന് തന്റെ കിഡ്നി നൽകി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്തു. ജീവിതത്തിൽ വിശ്രമിച്ചു ഉദ്യോഗാർത്ഥികളായ മക്കൾക്കൊപ്പം സമയം ചിലവഴിച്ച് സുഖലോലുപതിയായി ജീവിക്കേണ്ട ജോസഫൈൻ ഇന്ന് ചൂരൽമലയിൽ ചാണകം വൃത്തിയാക്കിയും റോഡ് അടിച്ചുവാരിയും ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ആകുലതകളും പരാതികളും ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ടവരെയും കണ്ട് ബോധ്യപ്പെടുത്തുകയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത് ചൂരൽമലയിൽ തന്നെ കഴിയുകയാണ്. ഭക്ഷണത്തിന് വകയില്ലാത്തവർക്ക് ഭക്ഷണം നൽകിയും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകിയും തന്റെ സാന്നിധ്യം കൊണ്ടും ആശ്വാസവാക്കുകൾ കൊണ്ടും സമാധാനം ലഭിക്കുന്നവർക്ക് ചേച്ചി കൂടെയുണ്ട് എന്ന സമാധാന വാക്ക് നൽകിയും ജോസഫൈൻ ഇന്നും ചൂരൽമലയിൽ താമസിക്കുകയാണ്. ദുരന്തബാധിതരുടെ വിഷമങ്ങൾ അടുത്തറിഞ്ഞും പഠിച്ചും അവരുടെ കൂടെ നിന്നും ഇനിയും ഈ സാധുക്കൾക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ കോടതിയിൽ പോയി നിയമ നടപടിയുമായി മുൻപോട്ടു പോവാനാണ് ജോസഫൈൻ തീരുമാനിച്ചിട്ടുള്ളത്. തന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കിയ തൃശൂർക്കാരി ജോസഫൈൻ ഇന്ന് ചൂരൽമലക്കാരുടെ സ്വന്തം ചേച്ചിയാണ്.